അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ 4 കാര്യത്തിൽ അധിഷ്ഠിതമാണ്. 4 സംഗതികൾ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഖിവാമുദ്ദുന്യാ ബി അർബഅത്തി അഷ്യാ, 4 കാര്യങ്ങൾ കൊണ്ടാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. സാധാരണഗതിയിൽ 4 തൂണുകളിൽ ഒരു കാര്യം നിൽക്കുന്നത് പോലെ, നമ്മുടെ കെട്ടിടം 4 മൂലയിൽ പില്ലറ് കെട്ടി ഉയർത്തുന്നത് പോലെ ഈ ദീൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ലോകം നിലനിൽക്കുന്നത് തന്നെ 4 തൂണുകളിലാണ്. ആ 4 തൂണുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലുഹ ബി ഇൽമിൽ ഉലമാ, ഒന്നാമത്തേത് ആലിമീങ്ങളുടെ ഇൽമ കൊണ്ടാണ്. അറിവുള്ളവരുടെ ഇൽമ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ആ ഇൽമുള്ളവരില്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പുണ്യതിരുദൂതർ ഈ ഉമ്മത്തിനോട് ആദ്യമായി പറഞ്ഞു തന്നത് അത് ആലിമീങ്ങളുടെ ഇൽമിനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാക്കി കൂടി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തേത്, ഈ സമൂഹത്തിലുള്ള സമ്പന്നന്മാരായ ആളുകളെ നമുക്കറിയാം. ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ, ആ ആളുകളുടെ സഖാവത്തുൽ അഗ്നിയാ എന്നാണ് പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ സഖാവത്തിൽ അഗ്നിയാ, സമ്പന്നരായ ആളുകൾ കൈയച്ചുകൊണ്ട് ദീനിനു വേണ്ടി സംഭാവന കൊടുക്കുന്നത് കൊണ്ട്. ദീനിനു വേണ്ടി സംഭാവന ആളുകൾ കൊടുക്കുമ്പോഴേ ദീനിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സംഭാവന കൊടുക്കുന്നവരുടെ സംഭാവന കൊണ്ടാണ് പിന്നെ ദീൻ നിലനിൽക്കുന്നത്. മൂന്നാമത്തേത് അതിലിൽ ഉമറാ, നമ്മുടെ സമൂഹത്തിലെ നീതിമാന്മാരായ നല്ലവരായ ഉമറാക്കൾ അഥവാ നാട്ടുനായകന്മാരുടെ നീതി ബോധം കൊണ്ട്. നാലാമത് പറഞ്ഞു ബി ദഅവത്തിൽ ഫുഖറാ, പാവങ്ങൾക്കും അതിലൊരു പങ്കുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദഅവത്തുൽ ഫുഖറാ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ പ്രാർത്ഥന കൊണ്ട്. ഈ 4 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ നോക്കൂ. നമ്മുടെ ദീന് നിലനിൽക്കണമെങ്കിൽ ഇത് 4 വേണം. ഒന്നാമത് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ നയിക്കണം, സാമ്പത്തിക ശേഷിയുള്ളവർ സഹായിക്കണം, നാട്ടിലെ ഉമറാക്കൾ ഇതിൻ്റെ കൂടെ നിൽക്കണം. ഉമറ എന്ന് പറയുമ്പോൾ സമ്പത്തുള്ളവനായിക്കൊള്ളണമെന്നില്ല. നാലാമത്തേത് സാധാരണക്കാർ അവരുടേതായ ദുആഉം പരിശ്രമവും നടത്തണം. ഈ 4 കാര്യങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിപോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇത് 4 ഉണ്ടെങ്കിൽ ദീൻ നടക്കൂ, ഇല്ലെങ്കിൽ ദീൻ നടക്കൂല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും അതിനാവശ്യമായ പണവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. ആ ഒരു ദീനീ ബോധമാണ് നമ്മൾ ഉമ്മത്തിൽ വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനമാണ് പണ്ഡിതനെ ആദരിക്കുക എന്ന് പറയുന്നത്. പണ്ഡിതന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ ഉമ്മമാർക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അദബാണ് പ്രധാനം. അദബ് വളരെ പ്രധാനമാണ് എന്ന കാര്യം ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ബാപ്പയെ മാനിക്കുക, ഉമ്മയെ മാനിക്കുക, ഗുരുനാഥനെ മാനിക്കുക. ഗുരു എന്ന് പറയുന്നത് വലിയൊരു വ്യക്തിത്വമാണ്. മലയാള ഭാഷയിൽ ഗുരു എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതത്തിൽ നിന്നും ഉത്ഭൂതമായ 2 അക്ഷരമാണ് ഗുരു. അത് കേവലം ഒരു വാക്കല്ല. ഗുരു എന്ന് പറയുമ്പോൾ ഗു ശബ്ദം അന്ധകാരം താൻ, രു ശബ്ദം തന്നിരോധകം എന്നാണ്. ഗു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരുട്ട് എന്നാണ്. ഗു ശബ്ദം അന്ധകാരം താൻ, രു എന്ന് പറഞ്ഞാൽ അതിനെ നീക്കുന്നത്, തന്നിരോധകം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്റെ മനസ്സിലുള്ള ഇരുട്ടിനെ നീക്കി അവിടെ വെളിച്ചം കൊടുക്കുന്നവനാണ് ഗുരുനാഥൻ. അതാണ് മലയാള ഭാഷയിൽ പറയുന്നത് ഗുരു എന്നത്. തമസോമ ജ്യോതിർഗമയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അൻഅഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക. ആ പ്രവർത്തനമാണ് ഒരു പണ്ഡിതൻ ചെയ്യുന്നത്. ആലിമിന്റെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന്റെ മനസ്സിലെ ഇരുട്ടാണ് നീങ്ങുന്നത്. അവർ പണ്ഡിതന്മാർക്ക് വെളിച്ചം പകരുന്നവരാണ്. അൽ ഉലമാ സുർജുൽ അസ്മിന, ഉലമാക്കൾ കാലഘട്ടത്തിന്റെ പ്രകാശഗോപുരങ്ങളാണ്. ആ പ്രകാശഗോപുരങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അദബിനെ കുറിച്ച്, ഈ ബഹുമാനത്തെ കുറിച്ച് പഠിപ്പിക്കണം. നിങ്ങൾ അദബും അംറും ഒപ്പം വന്നാൽ എന്താ ചെയ്യേണ്ടത്? അദബും അംറും ഒപ്പം, കൽപ്പനയും അതുപോലെ തന്നെ അദബും ഒപ്പം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അദബിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അദബുണ്ടെങ്കിൽ പ്രശ്നമേയില്ല. അതിന്റെ ഉദാഹരണം ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ നിന്നും ഇബ്ലീസ് ബഹിഷ്കൃതനായത് എന്തുകൊണ്ടാ? ഇബ്ലീസിനെ എന്തുകൊണ്ടാ പടച്ചറബ് പുറത്തു നിർത്തിയത്? ഇബ്ലീസിനെ പടച്ചറബ് പുറത്തു നിർത്താൻ ഒരു കാരണമാണ്. എന്താണ്? പറഞ്ഞ പണി കേട്ടില്ല എന്നതല്ല. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് സുജൂദ് ചെയ്തില്ല എന്നതാണ്. അവിടെയല്ല പ്രശ്നം.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മ, എല്ലാ മലക്കളും സുജൂദ് ചെയ്തു, എല്ലാവരും. പക്ഷെ ഒരാളൊഴികെ, അത് ഇബ്ലീസ് ആയിരുന്നു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അള്ളാഹു ചോദിച്ചു, എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല? അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുന്ന ചോദ്യം മാ മനഅക ഇത് അമർത്തുക എന്നാണ്. ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ട് പിന്നെ എന്തേ നിനക്കത് ചെയ്യാനൊരു മടി? ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ട് പിന്നെ നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് പറഞ്ഞ മറുപടി? പടച്ചവനെ, ഖലഖതനീ മിൻ നാർ വ ഖലഖതഹു മിൻ ത്വീൻ, എന്നെ നീ പടച്ചിരിക്കുന്നത് അഗ്നി കൊണ്ടാണ്, ആ മനുഷ്യനെ നീ പടച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്. പച്ച മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ മാത്രം അല്ല, ഞാൻ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ മാത്രം അല്ല എന്ന ഒരു വാക്ക് അദ്ദേഹം ഔന്നത്യത്തോടു കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഇബ്ലീസ് എന്ന് പറയുകയാണ്. അന്ന് വലിയ പണ്ഡിതനാണ്, ആലിമാണ്, അറിവുള്ളവനാണ്. പക്ഷെ എന്തു ചെയ്തു? അഹങ്കാരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അദബ് പാലിച്ചില്ല. സുജൂദ് ചെയ്തില്ല എന്നതിനേക്കാൾ അള്ളാഹു ഗൗരവത്തിലെടുത്തത് ഈ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തില്ലെങ്കിൽ പടച്ചറബ് പൊറുക്കും. സമാനമായൊരു സംഭവം നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാം. പരിശുദ്ധ തിരുദൂതർ വരാനാണ് നിസ്കരിക്കാൻ സ്വഹാബത്ത് കാത്തിരിക്കുക. എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, സഹോദരിമാരും ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഒരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ അല്പം വൈകിപ്പോയി. പ്രതീക്ഷാപൂർവ്വം സ്വഹാബത്ത് കാത്തിരുന്നു. എന്തോ ഒരു കൃത്യാന്തര ബാഹുല്യം കാരണം നബി തങ്ങൾ എത്തിയില്ല. സമയത്ത് ഇഖാമത്ത് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചപ്പോൾ സ്വഹാബത്ത് അവസാനം തീരുമാനിച്ചു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മിഹ്റാബിലേക്ക് നിർത്തിയിട്ട് നിസ്കാരം തുടങ്ങാം. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ നിസ്കാരത്തിന് വേണ്ടി കയറ്റി നിർത്തി. അങ്ങനെ നിസ്കാരം ആരംഭിച്ചു. സിദ്ദീഖ് തങ്ങൾ നിസ്കാരം ആരംഭിക്കുമ്പോൾ പള്ളിയിലേക്ക് പെട്ടെന്ന് നബി തങ്ങൾ കടന്നു വരുന്നു. പരിശുദ്ധ തിരുദൂതർ കടന്നു വന്നു എന്ന് ഒരു ആരവം കൊണ്ട്, അഥവാ ഒരു ചലനം കൊണ്ട് മനസ്സിലാക്കി. പിന്നിൽ ആളുകളുടെ ചലനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ നബി തങ്ങൾ പള്ളിയിൽ കടന്നു എന്ന് മനസ്സിലായ ഉടനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല കയറി നിന്ന സിദ്ദീഖ് തങ്ങളെ മിഹ്റാബിൽ നിന്ന് പുറകോട്ട് വലിയാണ്. മിഹ്റാബിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ പുറകോട്ട് വലിയുമ്പോൾ, ഇമാമത്തിൽ നിന്ന് പുറകോട്ട് വലിയുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മക്കാനക യാ സിദ്ദീഖ്, മക്കാനക യാ സിദ്ദീഖ്. സിദ്ദീഖ് അവിടെ തന്നെ ഒന്ന് നിസ്കരിച്ചോ, നിങ്ങളാണ് നിസ്കരിക്കേണ്ടത്. മക്കളെ ചെറുതായി സംസാരിക്കട്ടോ, അല്ലെ ഇതിനൊച്ച കുറവാ മൈക്ക്. നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയാം, മക്കാനക യാ സിദ്ദീഖ്, സിദ്ദീഖ് അവിടെ തന്നെ നിൽക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഉറക്കെ പറഞ്ഞിട്ടും സിദ്ദീഖ് തങ്ങളെ കേട്ടില്ല. സിദ്ദീഖ് തങ്ങൾ മെല്ലാണ് പുറകോട്ട് പോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പുറകോട്ട് പോയി. സിദ്ദീഖ് തങ്ങൾ പുറകോട്ട് പോയ സമയത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ എന്താ പറഞ്ഞത്? നേരെ കയറി നിന്നു, നിസ്കരിച്ചു. നിസ്കാരാനന്തരം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് ഈ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി. വളരെ കൃത്യമായി നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ മനഅക ഇത് അമർത്തുക. അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ച പോലെ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ച പോലെ അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ചതുപോലെ മുത്തുനബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖെ, ഞാൻ പറഞ്ഞിട്ട് പിന്നെന്തേ കയറി നിന്ന് നിസ്കരിക്കാതിരുന്നത്? ഞാനങ്ങ് പറഞ്ഞാൽ പിന്നെ നിസ്കരിച്ചാൽ പോരെ, പിന്നെന്തേ നിസ്കരിക്കാതിരുന്നത്? സിദ്ദീഖ് തങ്ങൾ പുറകോട്ട് പോയിട്ട് പിന്നെ നബി തങ്ങൾ തന്നെ നിസ്കാരം പൂർത്തിയാക്കേണ്ടി കയറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മാലി ഇബ്നി അബീ ഖുഹാഫത യതഖദ്ദമ ബൈന യദൈ റസൂലില്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിൽക്കാൻ മാത്രം അബൂ ഖുഹാഫന്റെ ഈ മകനില്ല, എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. എന്താണ് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞ കൽപ്പന പാലിച്ചില്ല, അമ്ര പാലിച്ചില്ല, പക്ഷെ നല്ല അദബുണ്ടായി. ഇബ്ലീസ് അമ്ര പാലിച്ചില്ല എന്ന് മാത്രമല്ല, അദബ് കെട്ട വർത്തമാനം പറഞ്ഞു. അപ്പൊ ഗുരുനാഥനെ മാനിക്കുക സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പ്രവാചകർ ഗുരുനാഥനാണ്. ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുവാണ്. ആ ഗുരുവിന്റെ മുമ്പിൽ ഇമാമത്ത് നിൽക്കാൻ പോലും സിദ്ദീഖ് തങ്ങൾ മടിച്ചു. എന്താ അത് സൂചിപ്പിക്കുന്നത്? ഗുരു ബഹുമാനം. ഗുരുനാഥനെ ബഹുമാനിക്കാത്തവന് ഗുരുത്വം കിട്ടൂല. ഗുരുവിന്റെ ആദരവ്, ആലിമിന്റെ പൊതുവേ നമ്മൾ അക്ഷരം പഠിപ്പിച്ചു തരാത്ത ആലിമാണെങ്കിലും ആലിമിനെ ബഹുമാനിക്കൽ വളരെ പ്രധാനമാണ്. ദീനിൽ എല്ലാ ആളുകളും ഒരുപോലെയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളിരിപ്പുണ്ട്, തങ്ങളും നമ്മൾ ഒരുപോലെയല്ല. ഒരാലിമായ മനുഷ്യനും സാധാരണക്കാരനും ഒരുപോലെയല്ല. എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ ദീൻ പഠിപ്പിച്ചിട്ടില്ല.
എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പ്രവാചകന്മാര് പോലും ഒരുപോലെയാണ്. ചില പ്രവാചകന്മാരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരും ഒരേ അളവിലല്ല ബഹുമാനിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും ആദരവ് കൊടുക്കണം. ചിലർക്ക് വലിയ പദവി കൊടുക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കണിശമായി പറഞ്ഞ കാര്യമല്ലേ അത്? ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്ക്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടേണ്ട ധാരാളം ഉമ്മ ഉപ്പ, അവരെ ബഹുമാനിക്കാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഫലമില്ല. ആദരവുകൾ വളരെ പ്രധാനമാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇജ്അൽ അമലക മിൽഹൻ വ അദബക ദഖീഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇജ്അൽ അമലക മിൽഹൻ വ അദബക ദഖീഖ എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നീ നിന്റെ ഈ അമലിനെ നീ കാണേണ്ടത് ഉപ്പിന്റെ സ്ഥാനത്തും അദബിനെ കാണേണ്ടത് മാവിന്റെ സ്ഥാനത്തുമാണ്. ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇരിപ്പുണ്ട്. മാവ് കുഴച്ച് അപ്പം ചുടുവാനും അതുപോലെ തന്നെ പലഹാരം ഉണ്ടാക്കാനും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അല്ലെങ്കിൽ തന്നെ ഈ പ്രദേശത്തുകാർ നന്നായി പലഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരാ. അപ്പൊ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ പലഹാരം ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കറിയാം ഒരു പലഹാരത്തിന് പൊടി എത്ര വേണം, ഉപ്പ് എത്ര വേണം, മാവ് എത്ര വേണം, ഉപ്പ് എത്ര വേണം. നിങ്ങളെ അമല് ഉപ്പിന്റെ അത്രയാണെങ്കിലും അദബ് മാവിന്റെ അത്ര വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? എപ്പോഴും അദബാണ് മികച്ചു നിൽക്കേണ്ടത്. ഇബാദത്ത് എത്രയുണ്ടോ അതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് അദബ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇബാദത്ത് കുറക്കണമെന്നല്ല. നിങ്ങൾ എത്ര വലിയ ആബിദായിട്ടും കാര്യമില്ല, നിങ്ങളുടെ അമല് എത്രയുണ്ടായിട്ടും കാര്യമില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയാൽ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അവിടെ ആലിമീങ്ങളെ ബഹുമാനിക്കുക, അവർക്ക് ആദരവ് കൊടുക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ആലിമാരാന്നറിയോ, ഉസ്താദ് ആരാന്നറിയോ? ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ഖാദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ. അങ്ങ് ഈജിപ്തിൽ കിടക്കുന്ന അഹ്മദ് ഷൗക്കി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ കവിയുണ്ട്. അദ്ദേഹം ആലിമിനെ കുറിച്ച് അഥവാ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ഖാദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ. ഖാദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ എന്നാ. നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച ആൾ റസൂലാകാൻ അടുത്ത ആളാണ് എന്നാ. അപ്പൊ പ്രവാചകരെ നമ്മൾ എത്ര ബഹുമാനിക്കണം എന്നതുപോലെ നമ്മുടെ ഗുരുവര്യനെ നമ്മൾ കൃത്യമായി ബഹുമാനിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ മക്കൾക്ക് ഇൽമു പടിഞ്ഞു കിട്ടുക എന്നതാണ്. മക്കൾക്ക് ഇൽമുണ്ടാവുക. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? നമ്മൾ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ കാണുന്നു. മഹാനവർകൾ പടച്ച റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പടച്ചവനെ, നീ എനിക്ക് നിന്നിൽ നിന്നൊരു കുട്ടിയെ തരണം എന്ന് പറഞ്ഞാൽ നീ എനിക്കൊരു കുട്ടിയെ തരണം, എനിക്ക് കുട്ടികളില്ല. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലന കർമ്മം നിർവഹിക്കുമ്പോൾ പടച്ച റബ്ബിനോട് ബഹുമാനപ്പെട്ടവർ തേടി, പടച്ചവനെ എനിക്കൊരു കുട്ടിയെ തരണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് മറുപടി കൊടുത്തു. ഫനാദത്തുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ബൈത്തുൽ മുഖദ്ദസിലെ മിഹ്റാബിൽ അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായി. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോട് പറഞ്ഞത്? ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു എന്ന ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഫനാദത്തുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. ഒരു പ്രവാചകനായ നല്ല കുട്ടിയെ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു. അദ്ദേഹം നിസ്കരിച്ച മിഹ്റാബ് ഇന്നും ബൈത്തുൽ മുഖദ്ദസിൽ ഒരു കേടുപാട് കൂടാതെ പഴയ രീതി തന്നെ നിർത്തിയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ ഖദീം അഖ്സ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കണം. അതിന്റെ കാര്യം അവിടെ ഭൂമിക്കടിയിലാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പഴയ പള്ളി ഉള്ളത്. അഖ്സ ഖദീം എന്നാ പറയാ. അതിന്റെ മുകളിലാണ് പുതിയ പള്ളി ഉള്ളത്. ഒന്ന് അണ്ടർഗ്രൗണ്ടിലും ഒന്ന് മുകളിലുമാണ്. ആ അണ്ടർഗ്രൗണ്ടിൽ മഹാനവറുകൾക്ക് ഉത്തരം കൊടുത്ത മിഹ്റാബ് അതുപോലെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ രൂപത്തിലൊരു മിഹ്റാബ് നേരെ മുകളിലുണ്ടാക്കിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ആ മറുപടി കൊടുത്തു. മഹാനവറുകൾ എന്തിനായി കുട്ടിയെ ചോദിച്ചത്? എന്തിനാണ് ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞത്? ഈ സദസ്സിലുള്ള ആണും പെണ്ണും ശരിക്ക് ചിന്തിച്ചു നോക്ക്. നമ്മൾ എന്തിനാ മക്കള്? നമ്മൾ മക്കളെ ചോദിക്കുന്നത് എന്തിനാ? അത് ആൺമക്കൾ തന്നെ വേണമെന്ന് ഷടിക്കുന്നത് എന്തിനാ? നമ്മൾക്ക് ആൺമക്കൾ വേണ്ടതും നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നതും നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാനാണ്.
ഞാൻ ഉണ്ടാക്കി വെച്ച ഈ സമ്പത്തിന്റെ, ബിസിനസിന്റെ, എൻ്റെ സൗകര്യത്തിന്റെ ഒരു അനന്തരാവകാശി എൻ്റെ മുമ്പിൽ വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹം? അതിനു വേണ്ടിയല്ലേ നമ്മൾ കുട്ടികളെ കാക്ഷിക്കുന്നത്? അതുകൊണ്ടല്ലേ ആൺകുട്ടികൾ തന്നെ വേണമെന്ന് പറയുന്നത്? എന്നാൽ ബഹുമാനപ്പെട്ട സക്കരിയ നബി പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ. അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി വകാനത് ഇംറഅതി അക്റൻ ഫഹബലി മിൻ ലദുൻക വലിയ. ആ ആയത്ത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്താണ് ബഹുമാനപ്പെട്ടവർ പടച്ചറപ്പിനോട് പറയുന്നത്? വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി, എൻ്റെ പിന്മുറക്കാർ പിഴച്ചു പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. എൻ്റെ പിന്നിലുള്ള എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും കൂട്ടുകാരും കുടുംബക്കാരും അതുപോലെ തന്നെ എൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളും പിഴച്ചു പോകുമെന്ന പേടിയുണ്ട്. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി വകാനത് ഇംറഅതി അക്റൻ ഫഹബലി മിൻ ലദുൻക വലിയ. ആ പറഞ്ഞ വാചകത്തിന്റെ ഗൗരവം നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറയുകയാണ്, എൻ്റെ പിന്മുറക്കാരായ എൻ്റെ കുടുംബക്കാർ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ അവര് മുഴുവനും വഴിപിഴച്ച് പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഫഹബലി മിൻ ലദുൻക വലിയ, പടച്ചവനെ എനിക്ക് നിന്നിൽ നിന്നൊരു കുട്ടിയെ, ഒരു അനന്താവകാശിയെ നീ തരണം. എന്തിന്? യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്. ഈ ഒരൊറ്റ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്, എന്റെയും എൻ്റെ കുടുംബമാകുന്ന യഅഖൂബ് കുടുംബത്തിന്റെയും അഥവാ ബനി ഇസ്രായേൽ കുടുംബത്തിന്റെ മുഴുവൻ അനന്തരം ആ കുട്ടിയെടുക്കും. എന്താണ് ആ പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്, യാക്കോബ് സന്തതികളുടെ ഒരു കുടുംബത്തിന്റെ അനന്തരം ആ കുട്ടിയെടുക്കും. അവിടെ നിങ്ങൾക്കൊരു സംശയം വരുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് ഊഹിച്ചാൽ ഒരു കാര്യം തോന്നണില്ലേ? എങ്ങനെയാണ് ഒരു കുട്ടി ഒരു കുടുംബത്തിന്റെ മുഴുവൻ അനന്തരമെടുക്കൽ? നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അനന്തരാവകാശിയായി ആ അനന്തരഗാമികൾക്ക് വീതിച്ചു കൊടുക്കുന്ന സ്വത്ത് ആ ബാപ്പാന്റെ സ്വത്ത് കിട്ടുമെന്നല്ലാതെ ആ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു കബീലയുടെ മുഴുവൻ അനന്തരാവകാശം കിട്ടുക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരിക്കലും കിട്ടൂല. ഒരു കബീലയുടെ മുഴുവൻ അനന്തരാവകാശം ഒരു കുട്ടിക്ക് എങ്ങനെ കിട്ടും? എന്താ ഈ പറയുന്നത്? യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്. യരിതുനി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, യരിതുനി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്റെ അനന്തരാവകാശിയായി എന്റെ സ്വത്തുക്കൾ ആ കുട്ടി അനന്തരം എടുക്കുന്നു പറഞ്ഞാൽ കുഴപ്പമില്ല. വയരിതു മിൻ ആലി യഅഖൂബ്, എന്റെ എല്ലാ കുടുംബങ്ങളുടെയും അനന്തരാവകാശം കുട്ടിയെടുക്കുന്ന പറയണത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ബഹുമാനപ്പെട്ടവർ പറയാണ്, അതിന്റെ തഫ്സീൽ കാണാം. വഇന്നി ഖിഫ്തു അകാരിബി വഅസബതി, ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുക്കളെയും ഭയപ്പെടുന്നു. മിൻ ബഅദി മൗതി, എൻ്റെ മരണശേഷം അല്ലാ യഖൂമു ബിദീനിക ഹഖൽ ഖിയാം, അവര് ദീനിൽ ശരിച്ച് ഉറച്ചു നിൽക്കുമോ എന്ന പേടി എനിക്കുണ്ട്. അവര് ദീനിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്ന പേടി എനിക്കുണ്ട്. അതുകൊണ്ട് വലാ യദ്ഉ ഇബാദക ഇലൈക്, നിന്റെ അടിമകളെ നിന്റെ മതത്തിലേക്ക് അവർ ക്ഷണിക്കാൻ ദഅവത്തിന് അവർ പോകൂല എന്ന തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഫർസുഖ്നി മിൻ ഇൻദിക വലദൻ വാരിസൻ വമുഈനാ, പടച്ചവനെ നിന്നിൽ നിന്ന് എനിക്ക് നല്ല ഒരു കുട്ടിയെ തരണേ. എന്താണ് പറഞ്ഞ വാക്ക്? ഇവിടെ അനന്തരം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് കേവലം സമ്പത്തല്ല. എന്റെ അനന്തരം എടുക്കുമെന്ന് പറഞ്ഞതും കുടുംബത്തിന്റെ അനന്തരം എടുക്കുമെന്ന് പറഞ്ഞതും സമ്പത്തല്ല. എന്തിനാണ് മഹാനവർകൾ ഒരു കുട്ടിയെ ചോദിച്ചത്? അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ദീന് പകർന്നു കൊടുക്കാൻ. ഇൽമാണ് അനന്തരം, സമ്പത്തല്ല. സമ്പത്തായി മാത്രമേ കുടുംബത്തിന്റെ മുഴുവൻ എടുക്കൂ എന്ന് തോന്നലുണ്ടോ? ഇല്ല, സമ്പത്ത് മുഴുവൻ എടുക്കൂല. എന്നാൽ ഇൽമ എല്ലാവർക്കും പറ്റും. ആ കുടുംബത്തിന് മുഴുവൻ ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ, ദീനിയായി എന്റെ കുടുംബത്തെ നിൽക്കാൻ ഒരു കുട്ടിയെ വേണമെന്നാണ് പറഞ്ഞത്. അതാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് മനോഹരമായി പറഞ്ഞത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പടച്ചറബ് നല്ലൊരു കുട്ടിയെ കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നമ്മുടെ കടമ എന്താണ്? നമ്മളെ മക്കളെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് കൊണ്ട് വളർത്താൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളെ വളരെ കൂടുതൽ ബഹുമാനിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഇസ്തദ്ദൽ അശദ്ദുൽ ഉലമാഇ തവാളുഅൻ, ഉലമാക്കളിൽ വെച്ച് ഏറ്റവും തവാളു ഉള്ളത് ആർക്കാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇൽമ കൂടിയ ആളുകൾക്കാണ്. അക്സറുഹും ഇൽമാ, നല്ല വിവരമുള്ള ആളുകൾക്ക് നല്ല തവാളു ഉണ്ടാകും. ഉസ്താദിനെ കുറിച്ച് എന്നോട് സംസാരിച്ച അബ്ബാസ് പറഞ്ഞു, അതുപോലെ അത്തമ്പോക്കർക്ക് പറഞ്ഞു, ഇവിടുന്ന് വിളിച്ച ആളുകൾ പറഞ്ഞു ഉസ്താദിനെ കുറിച്ച്. അദ്ദേഹം വളരെ വിനയാന്വിതനാണ്. അതുപോലെ വളരെ ഗൗരവത്തോടെ എൻ്റെ PC ഉമർ മുസ്ലിയാർ സുന്നി മാലിന്യ ഫെഡറേഷന്റെ സംസ്ഥാന ഓർഗനൈസറാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, നല്ല പ്രഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞു ഉസ്താദിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ വിളിച്ചപ്പോൾ. എന്താണ് അവരൊക്കെ ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഗുണം പറയാൻ കാരണം? ആ വിനയാന്വിതമായ സ്വഭാവം കൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4 ദശാബ്ദത്തിലധികം ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു അസ്വാരസ്യമില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടൊരു മഹല്ലത്തിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ
നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ ആളുകളെ ശരിക്കും മേച്ചു കൊണ്ടുപോവുക, ആളുകളെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് വലിയ പ്രയാസമാണത്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങളെ മേക്കുന്നതിനേക്കാൾ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും മനുഷ്യന്മാരെ മേക്കാന്ന. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ആളുകൾ പല സ്ഥലത്തിലുള്ളവരായിരിക്കും, പല സ്വഭാവത്തിലുള്ളവരായിരിക്കും. അവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വഭാവ മഹിമ കൊണ്ട് മാത്രമേ കഴിയൂ. ദീനിന്റെ പ്രബോധനം മുഴുവൻ കിടക്കുന്നത് ഈ സ്വഭാവ മഹിമയില. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. നിങ്ങൾ പരുഷ പ്രകൃതി കാണിച്ചാലേ ആളുകളൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഉസ്താദിന്റെ സ്വഭാവത്തെക്കുറിച്ച് പലരും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം തിരുത്തി പുകഴ്ത്തല്ല. ഒരു മനുഷ്യനെ ജനങ്ങൾ തൂക്കുന്നത് സ്വഭാവം കൊണ്ടാണ്. സ്വഭാവം വലിയ വിഷയമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞോളൂ, ഒരു ബേജാറ വേണ്ട. സ്വഭാവം നന്നാവുന്നുള്ള വലിയ വിഷയമാണ്. സ്വഭാവം നന്നാവാഞ്ഞാൽ ജീവിതം നന്നാവൂല. അള്ളാഹിന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല സ്വഭാവം എന്താണെന്ന ചോദ്യത്തിന് മുത്തുനബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ഇവിടെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് നടക്കുമ്പോൾ ഒരാൾ സദസ്സിൽ നിന്നൊരു സ്വഹാബി എഴുന്നേറ്റു. ആ സ്വഹാബി മുത്തുനബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞു തരുമോ എന്ന്. ഹദീസാണ്, പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അറിയാം, കൃത്യമായ ഹദീസാ. മുത്തുനബി തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. ആ മറുപടി കിട്ടിയപ്പോൾ സ്വഹാബിക്ക് അത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്താ കാരണം? എന്താണ് ഇപ്പൊ പറഞ്ഞ വാക്ക്? സ്വഹാബിയോട് പറഞ്ഞ വാക്കെന്താ? ഹുസ്നുൽ ഖുൽഖ്. സ്വഹാബി ചോദിച്ചത് എന്താ? നബി ഒരു നല്ല അമല് പറഞ്ഞു തരണം. നിസ്കരിക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാനോ നോമ്പ് നോക്കാനോ ഖുർആൻ ഓതാനോ ഒക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിലും അതൊരു അമലാണ്. സ്വഭാവം എന്താ അമല? നബി തങ്ങൾ പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് ഏറ്റവും വലിയ അമല് എന്ന് പറഞ്ഞപ്പോ ഈ മഹാനായ സ്വഹാബിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമുക്കും അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവാലോ. ആ സ്വഹാബി അപ്പൊ തന്നെ പിന്നെ എഴുന്നേറ്റ് ചോദിക്കുന്നത് ഒരു മോശല്ലേ? അദ്ദേഹം ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട്, ആ വലിയ സദസ്സാ, പള്ളി വലിയ വിശാലമായ പള്ളിയൊന്നല്ലെങ്കിലും സദസ്സിൽ ധാരാളം ആളുണ്ടെന്ന് കേൾക്കാൻ നബി തങ്ങൾ ഇങ്ങനെ പറയാം. അപ്പൊ ഇയാള് മെല്ലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പള്ളിന്റെ ഈ ഭാഗത്ത് വന്നിട്ട് തുമ്മ അതാ അനി യമീനിഹി, പള്ളിയുടെ വലത്തെ ഭാഗത്ത് വന്നിട്ട് വിളിച്ചു ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ എന്താ നബി തങ്ങളെ? നബി തങ്ങൾ ഇങ്ങനെ നോക്കി, ആളവനാണ്, ചോദ്യതാണ്. നബി തങ്ങൾക്ക് മനസ്സിലായി. ഹുസ്നുൽ ഖുൽഖ് എന്ന് അപ്പോഴും പറഞ്ഞു. അപ്പോഴും ഈ സ്വഹാബിക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ പരിശുദ്ധ പ്രവാചകർ തന്റെ ക്ലാസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ ഈ സ്വഹാബി നേരെ സദസ്സിന്റെ ഇടത്തെ ഭാഗത്തേക്ക് വന്നു. തുമ്മ അതാ അൻ യമീനിഹി, ഇടത്തെ ഭാഗത്ത് വന്നു. എന്നിട്ട് അവിടുന്ന് വിളിച്ചു ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ എന്താ നബി തങ്ങളെ? മൂന്നാമത്തെ വട്ട ചോദിക്കുന്ന ആൾ ഒന്ന് തന്നെയാണ്, ചോദ്യം ഒന്നാണ്. നബി തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞു. സൽസ്വഭാവം തന്നെയാണ്. നമ്മളോടാണ് ഇപ്പൊ ആ മൂന്നാമത്തെ ചോദ്യമെങ്കിൽ തീരുമാനം അപ്പം ആയിട്ടുണ്ടാവും. എന്നോടല്ലടാ പറഞ്ഞതെന്ന് അപ്പം പറയും. അതോടുകൂടി ഹുസ്നുൽ ഖുൽഖിന്റെ കോലം തിരിയും. ആ ഹദീസിന്റെ അവതരണം തന്നെ അങ്ങനെയാണ്. ഈ സ്വഹാബി അപ്പോഴും അടങ്ങി നിന്നില്ല. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ സുമ്മ അതാമിയും വറാഇഹി, പിന്നെ പുറകുന്ന വരുന്നത് ബാക്കിന്ന് വിളിച്ചു ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ എന്താ നബി എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങള് ഫൽതഫത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ തിരുദൂതർ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഈ സ്വഹാബി തന്നെയാണ്. ചോദ്യം അതാണ്. നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്. എന്നിട്ട് ചോദിച്ചു, മാ ലക ലാ തഫ്ഖഹ്, അനക്കെന്താ മനസ്സിലാവാത്തത്? ഹുസ്നുൽ ഖുൽഖാണ് ലോകത്തൊരു മനുഷ്യന്റെ ഏറ്റവും നല്ല അമല്. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അമല് ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവം. ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ ഗൗരവം നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നല്ല സ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവനെ മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടും. പരിശുദ്ധ പ്രവാചകരെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ തിരുദൂതരെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടത് ഈ നന്മയുള്ളത് കൊണ്ടാണ്. ഈ നന്മയാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു ഗുരുനാഥൻ ഒരു തെർബിയത്തിനില്ലാതെ ഒരു സമൂഹത്തിന് നന്നാകാൻ കഴിയില്ല. ഒരു സമൂഹത്തെ ശരിക്കും നന്നാക്കണമെങ്കിൽ അവർക്ക് തെർബിയത്തിന്റെ ഒരു ശൈഖ് വേണം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഉമ്മമാരൊക്കെ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് തെർബിയത്ത് കൊടുക്കണം. അൽ ഇൽമു വ തെർബിയത്തു അസാസു കുല്ലി ഹനാറത്തിൻ എന്നാണ്. എല്ലാ സംസ്കാരത്തിന്റെയും അടിത്തറ കിടക്കുന്നത് എവിടെയാണ്? സകലമാന സംസ്കാരത്തിന്റെയും അടിത്തറ കിടക്കുന്നത് മുഴുവൻ ഈ സമൂഹത്തിൽ അതിപ്രധാനമായ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ തെർബിയത്തിലുമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൽ തെർബിയത്ത് വളരെ പ്രധാനമാണ്.
അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് നമ്മൾ മദ്രസയിലേക്ക് കുട്ടികളെ ചെറുപ്പത്തിലേ അയക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ആ കാര്യത്തിൽ ചെയ്യുന്ന സേവനം ചെറുതൊന്നുമല്ല. നമ്മുടെ ആലിമീങ്ങൾ അവിടെ ചെയ്യുന്ന സേവനം ദീനിയായ പ്രബോധനമാണ്. ഒരാലിമിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ഏറ്റവും വലിയ ദീനി പ്രബോധനമാണ്. ആ പ്രബോധനമാണ് വളരെ പ്രധാനം. പ്രബോധനത്തിന് വേണ്ടി പൂർവ്വകാല മഹത്തുക്കൾ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് നിങ്ങൾ നോക്ക്. അവർ ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചു നോക്കൂ. നമുക്ക് അത്ഭുതം തോന്നും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ നന്മ നിലനിർത്താൻ വേണ്ടി ഒരു പണ്ഡിതന് ഭക്ഷണം കൊടുത്താൽ, ഒരു പണ്ഡിതനെ നിങ്ങൾ ബഹുമാനിച്ചാൽ, ആ പണ്ഡിതന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിന്റെ പുണ്യം ദീനി ദഅവത്തിന്റെ പുണ്യമായി നിങ്ങൾക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിം അങ്ങനെയാണ്. ഇൽമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇൽമാണ് എല്ലാത്തിന്റെയും പ്രകാശ ഗോപുരമായി പ്രവർത്തിക്കുന്ന ഘടകം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ സഹിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയോ? നമ്മൾക്ക് ഇന്ന് അതുപോലെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. ഷാമിലെ ഗവർണറായിരുന്നു, ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഷാമിലെ ഗവർണർ ബഹുമാനപ്പെട്ട യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അവിടെ പ്രബോധനം ചെയ്യാൻ, ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളൊക്കെ ധാരാളമായി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ് അന്ന് ഇസ്ലാമിന്റെ ഖലീഫ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടെന്ന് അറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ധാരാളം ആളുകൾ ദീൻ പഠിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് നിങ്ങൾ ഒരാളെ അയച്ചു തരണം. ഇന്ന് നമ്മൾ മുദരിസിനെ കൊണ്ടുവരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളൊരു മുഅല്ലിമിനെ കൊണ്ടുവരുന്നത് പോലെ നിങ്ങൾ ഇങ്ങോട്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് കൊണ്ട് ഇവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആളെ അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച അന്നത്തെ പ്രഗത്ഭരായ 5 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഉമർ റളിയല്ലാഹു തആല 5 പേരെയും വിളിച്ചു. ആരൊക്കെയാണ് അവർ? ഒന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ വിളിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു, പിന്നെ അതുപോലെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, മറ്റൊന്ന് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു തആല, അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. ഈ 5 പേരെ വിളിച്ചു. ഈ 5 പേരെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ 5 പേരാണ് ഇപ്പോൾ മദീനത്ത് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ സ്വഹാബിമാര്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ യസീദ് ബിൻ അബി സുഫിയാൻ അങ്ങ് ഷാമിലേക്ക്, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള പ്രദേശമാണ് ഷാം, ആ ഷാമിലേക്ക് പ്രബോധകന്മാരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാൻ, നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൃത്യമായി 3 പേര് പോയാൽ മതി, 5 പേര് വേണ്ട. ആര് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഇത് പറഞ്ഞപ്പോ അവര് 3 പേരും അതിന് തയ്യാറായി. 2 പേരെ കുറിച്ച് അവർ തയ്യാറായപ്പോൾ ഇവര് തന്നെ പറഞ്ഞു അവര് പോകണ്ട. അബൂ അയ്യൂബ് ഷെയ്ഖുൻ കബീർ, അബൂ അയ്യൂബ് വയസ്സായ ആളാ. ഉബയ്യുൻ റജുലുൻ മരീദ്, ഉബയ്യ് മരീദാണ്, രോഗിയാണ്. അവർ 2 പോരണ്ട. കണ്ടോ, പോകാനാ തയ്യാറാവുന്നത്. 3 പേര് ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. എന്താ കാര്യം? 5 പേരെ വിളിച്ചു വരുത്തിയത് 5 പേരും പ്രഗത്ഭരായത് കൊണ്ട് 5 ആളോടും ചോദിക്കണ്ടേ ആരാണ് പോകേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞപ്പോൾ 3 പേര് തയ്യാറാവാണ്. മദീനത്ത് നല്ല സുന്ദരമായ തോട്ടത്തിൽ കാരക്ക തിന്നുകൊണ്ടും ഈത്തപ്പഴം കൃഷി ചെയ്തുകൊണ്ടും അതുപോലെ കുടുംബത്തിന്റെ കൂടെ കൂടിക്കൊണ്ടും ജീവിക്കാൻ കഴിയുന്ന ആളുകൾ 1000-ൽ പരം കിലോമീറ്റർ അപ്പുറത്ത് ദൂരെ ഷാമിന്റെ മണ്ണിലേക്ക് പോകുമ്പോൾ അവിടെ കുടുംബക്കാരില്ല, ബന്ധുക്കളില്ല, അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും അവിടെ കിട്ടൂല. അവരവിടെ പോകുന്നത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനാ. മരുഭൂമികൾ താണ്ടി കടന്നുപോയ ആ സമൂഹത്തിന്റെ ചരിത്ര ചിത്രം നോക്ക് നിങ്ങൾ. ദീന് ദഅവത്ത് നടത്താൻ നമ്മൾ കുറെ ഉസ്താദുമാരെ കൊണ്ടുവരുമ്പോ അവർ വീട് വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ, അവര് നാട് വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ. അങ്ങനെ ഒരുപാട് പ്രദേശത്ത് ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്. പഴയ കാലത്തെ പോലെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കണം, അവര് വന്നിട്ട് ആ പ്രദേശത്ത് ജോലി ചെയ്യാൻ തയ്യാറായി വരുമ്പോൾ അതൊരു ദഅവത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് 5 പേരെ വിളിച്ചപ്പോ 3 പേര് പോകുമെന്ന് വാശി പിടിച്ചുകൊണ്ട് പോയ ചരിത്രം മാത്രമല്ല, അതിന്റെ വലിയ അത്ഭുതകരമായ ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പോയ ചില ആളുകൾക്ക് പിൽക്കാലത്ത് ആ പ്രദേശത്ത് സംഭവിച്ച പ്രവർത്തനങ്ങളിൽ അവരെടുത്ത നിലപാടുകൾ നോക്ക് നിങ്ങൾ. ഉദാഹരണമായി അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാൻ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, അദ്ദേഹം അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ്. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അദ്ദേഹം തന്റെ ജീവിതകാലത്ത് ജോർഡാനിലേക്ക് പ്രബോധനത്തിന് പോയി. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സംഘം ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘം ആളുകളും അദ്ദേഹം ജോർഡാനിലേക്ക് പ്രബോധനത്തിന് പോയപ്പോൾ ആ പ്രബോധന വൃന്ദത്തിൽ അപകടകരമായ ഒരു സംഭവം ഉണ്ടായി. ഇന്ദദാലിക ദഹമ ബിലാദ ഷാമി താഊനുൻ, ചരിത്രം പറയുന്ന ആ കാലത്ത് വമ്പിച്ച പ്ലാഗ് ബാധിച്ചു. അതിശക്തമായ പ്ലാഗ് ബാധിച്ചിട്ട് ആ പ്രദേശത്ത് അതിശക്തമായ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുകയാണ്.
എങ്ങനെ മരിച്ചു വീഴുന്നു നിങ്ങൾ നോക്കണം. മാ അറഫന്നാസു മിസ്ലഹു ഖത്തോ. അങ്ങനെയുള്ള വലിയൊരു പ്ലാഗ് രോഗം, ഇന്നത്തെ കൊറോണ പോലെ ആളുകൾ ഇങ്ങനെ നിരന്തരമായി മരിച്ചു വീഴുന്ന സ്വഭാവം അന്ന് ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ കൊയ്തെടുക്കുകയാണ്. അഹ്സൻ ഒരു കൊയ്യൽ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നിരന്തരം 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 മരിച്ചു വീഴുകയാണ്. നിരന്തരമായി ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുകയാണ്. ആളുകൾ അങ്ങനെ നിരന്തരം മരിച്ചു വീഴുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു തആല അവിടെയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല ഒരു കത്തെഴുതി. കാരണം അബൂബൈദ റളിയല്ലാഹു തആല അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പ്രതിഭാസമ്പന്നനായ പണ്ഡിതനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ സ്വഹാബിയാണ്. ആ സ്വഹാബിയെ തിരിച്ചു കിട്ടണം. അദ്ദേഹം പ്ലാഗിൽ മരിച്ചു പോകാൻ പാടില്ല. മക്കളെ, ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ കുറച്ച് സമയം ഇരിക്കുങ്ങള്. ഉമ്മമാരൊന്ന് നോക്കി, ഒന്നും കേൾക്കൂലല്ലോ സഹോദരിമാർക്ക്. കുറ്റപ്പെടുത്തി, ചെറിയ കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. അവർ പറഞ്ഞോട്ടെ, സംസാരിച്ചോട്ടെ. എന്നാലും വല്ലാതെ സ്ഥിരമായി വെക്കരുത്, അത്രേ ഉള്ളൂ. കുട്ടികൾക്ക് കളിക്കൊക്കെ വേണ്ടി അതിനൊക്കെ അനുമതി കൊടുക്കണം. ഞാൻ പറഞ്ഞ വിഷയം തൊട്ട് മുന്നിലാവുമ്പോൾ ഒരു ശല്യം പോലെ തോന്നുമ്പോൾ അതുകൊണ്ട് പറയുന്നുള്ളൂ. കുറ്റപ്പെടുത്തേണ്ട കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും, കുട്ടികൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ആ ഷാമിന്റെ മണ്ണിൽ വമ്പിച്ച പ്ലാഗ് പരക്കുകയാണ്. പക്ഷെ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തേക്ക് പ്ലാഗ് എത്തിയിട്ടില്ല. ആ പ്ലാഗ് എത്തിയാൽ അദ്ദേഹത്തെ പിടികൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു കത്ത് അങ്ങോട്ട് അയക്കുക, അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ. ഇതിന്റെ മഹത്തായ അടിസ്ഥാന വശം മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങോട്ട് കത്തയക്കണം. എന്താ കത്തയക്കുന്നത്? ഇന്നി ബദത്ലി ഇലൈക ഹാജ. ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ കത്താണ്, ഔദ്യോഗിക കത്ത. എനിക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ ആവശ്യം. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു തആല പറയുന്നു, നിങ്ങളെ കൊണ്ട് എനിക്ക് ഇവിടെ ആവശ്യം. നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഇന്നി ബദത്ലി ഇലൈക ഹാജ ലാ ഇനാലി അൻക. നിങ്ങളില്ലാതെ ഇവിടെ കാര്യം നടക്കാത്തൊരവസ്ഥയുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. ലാ ഇനാലി അൻക ഫീഹാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മദീനത്തില്ലാതിരുന്നാൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്ന അർത്ഥത്തിൽ കത്തെഴുതുന്നു. രോഗം വരും, അതുകൊണ്ട് പോരണമെന്നല്ല പറയുന്നത്. നിങ്ങളെ എനിക്കിവിടെ അടിയന്തരമായ ആവശ്യമുണ്ട്, നിങ്ങളെ എനിക്കിവിടെ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ഈ കത്ത് നിങ്ങൾക്ക് ലൈലൻ രാത്രിയാണ് കിട്ടുന്നത് എങ്കിൽ, ഞാൻ ഈ അയക്കുന്ന കത്ത് നിങ്ങൾക്ക് രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, അല്ലാ തുസ്ബിഹ, നേരം വെളുക്കാൻ നിൽക്കരുത്. ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയത് രാത്രിയാണെങ്കിൽ നേരം വെളുക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഹെത്താ തെർക്കബയിലെ അപ്പ പുറപ്പെടണം. ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ നേരം വെളുക്കാൻ നിൽക്കരുത്. രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ നിൽക്കരുത്, ഉടനെ പുറപ്പെടണം. എന്റെ ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നത് പകലാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരമാക്കരുത്. എന്ത് ചെയ്യണം? ഹത്താ തെർക്കബയിയ, ഇപ്പൊ തന്നെ പുറപ്പെടണം. ഉടനെ പുറപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ വാക്ക്? ആ പറഞ്ഞ വാക്ക് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഈ കത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് എന്നെ അവിടെ അത്യാവശ്യത്തിന് കിട്ടാനൊന്നുമല്ല, മറിച്ച് ഇത് എനിക്ക് പ്ലാഗ് വരുമെന്ന് കരുതി ഞാൻ പ്ലാഗിൽ മരിക്കുമെന്നത് കൊണ്ട് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ഏർപ്പാടാണ്. ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു മറുപടി എന്താ എഴുതിയത്? അദ്ദേഹം തിരിച്ചു മറുപടി കൊടുത്തു, യാ അമീറുൽ മുഅ്മിനീൻ, ഞാനിപ്പോ വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കൂടെ ഇസ്ലാമിക ദഅവത്തിന് വന്ന, ദീനി പ്രബോധനത്തിന് വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ മുഴുവൻ ഇവിടെ പ്ലാഗ് വരുമ്പോ മരിക്കും, പിന്നെ ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ടെന്താ? ഞാൻ ഇവിടെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തയച്ചു. ഈ കത്ത് മദീനത്ത് കിട്ടി. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ മസ്ജിദിൽ ഇരിക്കുകയാണ്. മസ്ജിദ് നബവിയിൽ കത്ത് കിട്ടിയപ്പോ കത്ത് പൊളിച്ചു നോക്കുമ്പോ ദൂതൻ കൊണ്ടുവന്ന് കൊടുത്ത കത്തിൽ ഇതാ വിവരം. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞപ്പോ മുമ്പിലുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു, അമാത അബൂബൈദത യാ അമീറുൽ മുഅ്മിനീൻ. അബൂബൈദ മരിച്ചുപോയോ? അമീറുൽ മുഅ്മിനീൻ മരിച്ചുപോയോ? ലിശിദ്ദതി ബുകാഇഹി, ബഹുമാനപ്പെട്ടവരുടെ കരച്ചിലിന്റെ ഗൗരവം കൊണ്ട് ചോദിച്ചതാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല വലാകിന്നൽ മൗത മിൻഹു ഖരീബ്. മരിക്കാനായിട്ടുണ്ട്, പ്ലാഗ് വന്നാൽ മരിക്കും. ആ പ്ലാഗ് ബാധിക്കാൻ പോകുന്നു കണ്ടപ്പോ രക്ഷപ്പെടാൻ വഴി തുറന്നു കൊടുത്തപ്പോ പോലും അദ്ദേഹം അവിടുന്ന് പോകുന്നില്ല. എന്താ കാരണം? ദഅവത്ത്, ഇസ്ലാമിന്റെ ദഅവത്ത് അത്ര പ്രധാനമാണ്. മാലിക് ബിൻ ദിനാറും സംഘവും കേരളത്തിലേക്ക് പായ്ക്കപ്പലേറി വന്നത് എന്തിനാ? നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാനാണ്. അവർക്ക് പരിശുദ്ധ മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് എത്ര കോടി കൂലി കിട്ടും? ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞത് മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്തിന്റെ പ്രതിഫലം എന്താ? നമ്മൾക്ക് 1,00,000 എന്നാ പറയാറുള്ളത്. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, ഒരു റക്അത്ത് മസ്ജിദുൽ ഹറാമിന്റെ മക്കത്തെ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ, പള്ളിയുടെ പരിധിക്കുള്ളിൽ നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് 10,000 കോടി റക്അത്തിന്റെ പ്രതിഫലമാണ്. തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും.
പള്ളിന്റെ പുറത്ത് എവിടെയും പോയി നിസ്കരിച്ച് ഹറമിൽ എവിടെയും നിസ്കരിച്ചാൽ 1 ലക്ഷം കൂലി കിട്ടും. എന്നാൽ ഹറമിന്റെ പരിധിക്കുള്ളിൽ എവിടെ പള്ളിന്റെ ഉള്ളിലായാലും പുറത്താണെങ്കിലും ഏതെങ്കിലും നല്ലൊരു അമല് ചെയ്താൽ ഒരു സുബ്ഹാന ചൊല്ലിയാൽ 1 ലക്ഷം കൂലി കിട്ടും. നിസ്കാരത്തിന് മാത്രമേ മുളാഫത്ത് കൂടുതലുള്ളൂ. അപ്പൊ അത്ര വലിയ പ്രതിഫലം കിട്ടുന്ന പള്ളി ഒഴിവാക്കി കേരളത്തിൽ വന്ന് പള്ളി എടുത്തത് എന്തിനാ? ഇവിടെ വന്നൊരു പള്ളി നിർമ്മിച്ചിട്ട് കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1.5 റക്അത്തിന്റെ കൂലി കിട്ടൂല. പിന്നെ എന്തിനാണ് അവരാ പണിക്ക് നിന്നത്? അവരാ പണിക്ക് നിന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ടാ. ഇന്ന് നമുക്ക് ദഅവത്ത് വളരെ പ്രധാനമായി നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ കാരണം? ഇന്ന് നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, സമൂഹത്തെ ആകെ വൃത്തികേടാക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, തെമ്മാടികളാണെന്ന് പറയുന്നു. നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ നമ്മളാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇസ്ലാം ഒരിക്കലും വർഗീയതയല്ല, ഇസ്ലാം ഒരിക്കലും ഭീകരതയല്ല. അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് അറിയാത്തവരാണ് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത്. കാരണം നമ്മുടെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എല്ലാ മതക്കാരുമായി നല്ല സൗഹൃദത്തിൽ ജീവിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഏത് ജാതി ആവട്ടെ, എല്ലാ മനുഷ്യരോടും നല്ല നിലക്ക് പെരുമാറണം. നമ്മളെ മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുദ്രാവാക്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലാ തതമന്നൗ ലിഖാ അൽ അദുവീന, ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്ന പണി നമ്മൾ ചെയ്യാൻ പാടില്ല. യാതൊരു തരത്തിലും ഒരു ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ശത്രു ഉണ്ടാവുന്ന പണി നമ്മൾ ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? മിത്രങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ ഈ നാട്ടിലൊരു അമുസ്ലിം പട്ടിണി കിടക്കുമ്പോൾ അവന്റെ വിഷമം നമ്മൾ അറിയണം എന്നാ ദീൻ പറയുന്നത്. പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലാ, പൂച്ചയെ കെട്ടിയിട്ടയാൾ നരകത്തിലാ. എന്താ കാരണം? ആ ജീവജാലങ്ങളോട് കരുണ കാണിക്കാത്തത് കൊണ്ട്. ഇസ്ലാമിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ജീവകാരുണ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഗുണമേ ചെയ്യാവൂ. ഇപ്പൊ നമ്മുടെ സമൂഹത്തെ കുറിച്ച് വെറുതെ തെറ്റിദ്ധാരണയാണ്. എന്ത് വിഷയത്തിലും തെറ്റിദ്ധാരണ. നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് ഭീകരതയും തീവ്രതയുമായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണത്? അതെന്തിനാണെന്ന് നിങ്ങൾ പഠിക്കണം. അതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്. ഇസ്ലാം ലോകത്ത് വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. വാർത്താ മാധ്യമങ്ങൾ വേണ്ടത്ര റിപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. നമുക്ക് അനുകൂലമായത് വാർത്താ മാധ്യമങ്ങൾ അത്ര റിപ്പോർട്ട് ചെയ്തോളുന്നില്ല. ലോകത്ത് ഇസ്ലാം പടരുകയാണ്. ഫ്രാൻസിൽ, ഇറ്റലിയിൽ, ജർമ്മനിയിലൊക്കെ ഇസ്ലാം പടർന്ന് പന്തലിക്കുക. അപ്പൊ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ഏക മാർഗം എന്താ? ഇസ്ലാം പഠിക്കാൻ പാടില്ല എന്ന് പറയാം. ഇസ്ലാം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ? അത് ഭീകരതയാന്ന് പറഞ്ഞാൽ പിന്നെ ആരും പഠിക്കാൻ പോകില്ല. ഇത് ആരുടെ പണിയാ? ഇത് ആദ്യകാലത്തെ മക്ക ഖുറൈശികളുടെ പണിയാണ്. ഖുർആൻ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും ഖുർആൻ ഇങ്ങനെ കേൾക്കുകയാണ്, ഖുർആൻ ഇങ്ങനെ പഠിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ കേട്ടാ ഖുർആനിൽ വീഴുകയാണ്. അപ്പൊ ശത്രുക്കൾ എന്താ ചെയ്തത്? ഖുർആൻ തെറ്റാന്ന് അവർ പറഞ്ഞില്ല, പറയാൻ പറ്റൂല. ഖുർആൻ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവർക്ക് അറബി അറിയുമല്ലോ. അപ്പൊ അവരെന്താ പറഞ്ഞത്? വഖാലല്ലദീന കഫറൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പോണ്ട, നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പോണ്ട. കേട്ടാ എന്താ കുഴപ്പം? വൽഗൗ ഫീഹി. നിങ്ങൾ അഥവാ കേട്ടാൽ വൽഗൗ ഫീഹി, ബഹളം ഉണ്ടാക്കണം. ലഅല്ലക്കും, നിങ്ങൾക്ക് സാധ്യമായേക്കാം. എങ്ങനെ? തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ലഅല്ലക്കും തഗ്ലിബൂൻ, കൊച്ചറുണ്ടാക്കിയിട്ട് ജയിക്കാൻ പറ്റൂ. ഇസ്ലാമിനോട് നേരെ ജയിക്കാൻ പറ്റൂല, അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ പോണ്ട. എവിടെയെങ്കിലും ഖുർആൻ ഓതിയ ബഹളം ഉണ്ടാക്കിക്കോന്ന എന്ന പോലെ ഇസ്ലാമിനെ കേട്ടാൽ ജനങ്ങൾ ഇസ്ലാമിൽ വീഴും. അപ്പൊ ഇസ്ലാമിനെ കേൾക്കാൻ പാടില്ല, അത് ഭീകരമാണ്, തീവ്രമാണ്. ഇതാണ് പറയുന്നത്. ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കും നിങ്ങൾ. എവിടെയും ഇസ്ലാം ഒരു ഭീകരതയും പരത്തിയിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എവിടെയെങ്കിലും ഒരു പള്ളിയോ മദ്രസയോ ഉണ്ടാക്കാൻ വേണ്ടി സ്ഫോടനം നടത്തിയ സംഭവം നിങ്ങൾ മുമ്പിലുണ്ടോ? ഇനി മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി എവിടെയെങ്കിലും സ്ഫോടനം നടത്തുമോ? ക്രിസ്ത്യാനികൾ ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി എവിടെയെങ്കിലും സ്ഫോടനം നടത്തുമോ? ആരെങ്കിലും അത്തരം ഒരു പണി ചെയ്യുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യില്ല. ഒരാളും അത്തരം ഒരു പ്രവർത്തനം ചെയ്യില്ല. ഒരു മനുഷ്യനും അത്തരം ഒരു പ്രവർത്തനം ചെയ്യില്ല എന്നിരിക്കെ പിന്നെ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഈ പറയുന്നതിന്റെ അർത്ഥം ഒന്ന് മാത്രമാണ്. മുസ്ലിം സമൂഹത്തെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കണം. വേറൊരു ലക്ഷ്യം അതിനില്ല. ആ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ വൃത്തികേടുകൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. ആ വൃത്തികേട് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ദീൻ എന്താണെന്ന് അറിഞ്ഞൂടാ. അവിടെ നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, പരിശുദ്ധ ദീൻ ഇങ്ങനെയാണ്, ദീനിന്റെ യഥാർത്ഥ വശം ഇന്നതാണ് എന്ന് കൃത്യമായി നമ്മളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഓരോ വിഷയം വരും. ഇപ്പൊ കണ്ട നിങ്ങൾ മുത്തലാഖ് വന്നു, മുത്തലാഖിന്റെ ബില്ല് വന്നു, മുത്തലാഖിനെ കുറിച്ച് തെറ്റിദ്ധാരണ. ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളെ മനസ്സിലുള്ള എന്താ? മുത്തലാഖ് എന്ന് പറഞ്ഞ സംഗതി മഹാ അപകടം എന്ന അവരെ ധാരണ. 3 തൊലാഖ് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരത എന്ന അവരെ ധാരണ. അതാരാ പരത്തിയത്? ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവര്. ശരിക്കും 3 തൊലാഖ് ചൊല്ലുക എന്ന സംവിധാനം സ്ത്രീകളെ ദ്രോഹിക്കാൻ എന്ന കോടതി പറയുന്നത്. അതുകൊണ്ടാണ് മുത്തലാഖ് നിരോധിക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. ഇസ്ലാമിന്റെ ഒരു നിയമത്തെ എത്ര നന്നായിട്ടാണ് അട്ടിമറിച്ചത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കണ്ടേ? മുത്തലാഖ് എന്ന് പറയുന്ന സംഗതി സ്ത്രീകളെ രക്ഷിക്കാൻ വന്നതാണ്, സ്ത്രീകളെ ശിക്ഷിക്കാൻ വന്നതല്ല. 3 തൊലാഖ് ചൊല്ലുക എന്ന് പറയുന്ന നിയമം എന്തുകൊണ്ടാണ് വന്നത്? എന്തിനാണ് 3 തൊലാഖ് എന്ന സംവിധാനം ദീനിലുണ്ടാക്കിയത്?
സ്ത്രീകൾക്ക് അറിയില്ലെങ്കിൽ അവർ പഠിക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ ചെയ്തിരുന്നത് കണ്ടമാനം തൊലാഖ് ചെല്ലുക എന്നുള്ള പരിപാടിയാണ്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക, ആ പെണ്ണ് തൊലാഖിന് പരിധിയൊന്നുമില്ല. ഞാൻ ആ ഹദീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു തരാൻ ചരിത്രത്തിലുണ്ട്. അടിസ്ഥാനം എന്താണെന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. പക്ഷെ സത്യം പറഞ്ഞു കൊടുക്കാനോ കേൾക്കാനോ ആള് നിൽക്കൂലല്ലോ. അള്ളാന്റെ ദീന് പറയാൻ ആള് നിൽക്കൂല. ഇവിടെയാണ് ഒരു ചരിത്രം നോക്കുക. അന്ന റജുല കാന യുതല്ലികു ഇംറഅതഹു മാ ശാഅ. ഒരാള് തന്റെ ഭാര്യയെ ഇഷ്ടമുള്ളത്ര തൊലാഖില്ല. ശരിക്കും സ്ത്രീകളാ കേൾക്കണം. ഇവിടെ കുറെ സ്ത്രീകളോടെ ഞാൻ പറയുന്നത്, നിങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങളെ മനസ്സിലുള്ളത് ഈ 3 തൊലാഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലാനാണ്, അല്ലെ ഞങ്ങളെ അന്യാധീനപ്പെടുത്താനാണ്. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് 3 തൊലാഖ് എന്ന സംവിധാനം ഇസ്ലാമിൽ വന്നത്. അതെങ്ങനെ വന്നു കേട്ടോളൂ. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അന്ന റജുല കാന യുതല്ലികു ഇംറഅതഹു മാ ശാഅ. ഓരോ പുരുഷന്മാരും സ്ത്രീകളെ ഇഷ്ടം പോലെ തൊലാഖില്ലും. എങ്ങനെ? സുമ്മ യർജുഹാ, പിന്നെ തിരിച്ചെടുക്കും. തൊലാഖ് ചെല്ലും, പിന്നെ തിരിച്ചെടുക്കും. ഫി ഇദ്ദതിഹാ, അവളെ ഇദ്ദാകാലത്ത്. ഫൈൻ തൊല്ലക്കഹാ മിഅത മറത്ത, 100 വട്ടം തൊലാഖില്ല. അങ്ങനെ തന്നെ ഒരു വട്ടം തൊലാഖില്ല, ഇദ്ദ കഴിയുമ്പോൾ തിരിച്ചെടുക്കുക. പിന്നെ തൊലാഖില്ല, ഇദ്ദ കഴിയുമ്പോൾ തിരിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ള പ്രശ്നം എന്താണ് നോക്ക് നിങ്ങൾ. അങ്ങനെ വരുമ്പോൾ കൃത്യമായി നിങ്ങൾ കേട്ടോളൂ. കാല റജുലുൻ, ഒരാള് പറഞ്ഞു, ഒരു ഭർത്താവ് പറഞ്ഞു ഇമ്രാത്തിഹി, അവന്റെ ഭാര്യയോട്, വല്ലാഹി പടച്ചോനാണ് സത്യം, ലാ ഉതല്ലികുകി, അന്നെ ഞാൻ തൊലാഖ് ചെല്ലൂല, നിന്നെ ഞാൻ തൊലാഖ് ചെല്ലൂല. ഫതബീനി മിന്നി, അപ്പൊ നീ എന്നിൽ നിന്ന് അകന്നു പോകും, വേറെ ഭർത്താവിന്റെ കൂടെ പോകൂലേ, നീ വേറെ ജീവിതം കെട്ടിപ്പടുക്കൂലേ, അവിടെ നിന്നെ ഞാൻ തൊലാഖ് ചെല്ലൂല. വല ആവീക്കി അബദ, എന്നാ അന്നെ ഞാൻ എന്റെ കൂടെ ചേർത്തി നിർത്തൂല, നിന്നെ ഞാൻ എന്റെ കൂടെ ചേർത്തി നിർത്തൂല, അന്നെ ഞാൻ തൊലാഖ് ചൊല്ലി വിടൂല. കെട്ടൂല, അഴിക്കൂല എന്ന് പറഞ്ഞ പോലെ, തിന്നൂല്ല തീറ്റിക്കൂല എന്ന് പറഞ്ഞില്ലേ എന്ന പോലെ. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, കാലത്ത് കൈഫദാലിക്ക്, അതെങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അതെങ്ങനെ ഉണ്ടാവുക, ആ പണി എങ്ങനെയെന്ന് പറഞ്ഞിരുന്നാള്. അപ്പൊ ഇയാള് പറഞ്ഞു, കാല, അയാൾ ഉതല്ലികുകി, ഞാൻ നിന്നെ തൊലാഖ് ചെല്ലും, തൊലാഖ് ചെല്ലും, നിന്നെ ഞാൻ തൊലാഖ് ചെല്ലി എന്ന് പറയും. ഫകുല്ലമാ ഹമ്മത്ത് ഇദ്ദതുകി, നിന്റെ ഇദ്ദ കഴിയാനാവുമ്പോ, 3 മാസത്തെ നിന്റെ ഇദ്ദ കഴിയാനാകുമ്പോ, അന്തഖതലിയ, ഇദ്ദ കഴിയുന്നുള്ള ഘട്ടം വരുമ്പോ, റാജഅതുകി, അന്നെ ഞാൻ മടക്കിയെടുക്കും, മടക്കിയെടുത്തിട്ടോ പിന്നെ ഞാൻ നിന്നെ തൊലാഖില്ലും. എന്നിട്ട് നിന്റെ ഇദ്ദ കഴിയാനാകുന്ന സമയത്ത് പിന്നെ ഞാൻ മടക്കിയെടുക്കും. ഇത് കേട്ടപ്പോ ഈ പെണ്ണിന് മനസ്സിലായി, ഇത് നമ്മളെ കെട്ടിടുന്ന ഏർപ്പാടാ. ഫദഹബത്ത്, ആ പെണ്ണ് പോയി. ഫദഹബത്തിൽ മർഅതു ഇലാ ആയിഷത, ആ പെണ്ണ് ആയിഷ ബീവിയുടെ സമീപത്ത് ചെന്നു. ആയിഷ ബീവിയുടെ സമീപത്ത് ചെന്നിട്ട് ഫഅഖബറത്ഹാ, ഈ സംഭവത്തിന്റെ ഗൗരവം മുഴുവൻ ആയിഷ ബീവിയോട് പറഞ്ഞു. എന്നിട്ടോ ആയിഷ ബീവി, ഫന്തദറത്ത് ആയിഷത്തു ഹത്താ ജാഅ അൻ-നബിയ്യു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വരുന്നത് വരെ ആയിഷ ബീവി കാത്തിരുന്നു. സംശയം ചോദിക്കണല്ലോ, അള്ളാഹുവിന്റെ റസൂൽ വരുന്നവരെ ആയിഷ ബീവി കാത്തിരുന്നു. ഫഅഖബറതുഹു, നബി തങ്ങൾ വന്നപ്പോ നബി തങ്ങളുടെ വിവരമൊക്കെ പറഞ്ഞു. ഫനസലൽ വഹി, അപ്പദാ വഹി വരുന്നു. എന്താ വഹി? അത്വലാഖു മറത്താൻ, 2 തൊലാഖേ ചെല്ലാൻ പറ്റുള്ളൂ, 2 തൊലാഖേ ചെല്ലാൻ പറ്റുള്ളൂ. ഖുർആൻ പറയണം തൊലാഖ് 2ആണ്. അത്വലാഖു മറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. ഒന്നുകിൽ പെണ്ണിനെ നല്ല നിലക്ക് കൂടെ നിർത്തുക, അല്ലെങ്കിൽ പെണ്ണിനെ നല്ല നിലക്ക് പിരിച്ചയക്കുക. 2 തൊലാഖേ പറ്റുള്ളൂ, 3ാമത്തെ തൊലാഖ് പറ്റൂല. എന്താ കാരണം? 3ാമത്തെ തൊലാഖ് ചെല്ലിയ പിന്നെ ആ പെണ്ണിനെ നിനക്ക് കിട്ടൂല, അത് തന്നെ കെട്ടിടാൻ പറ്റൂല. 3ാമത്തെ തൊലാഖ് ചെല്ലിയ അവൾക്ക് അവൾ ഇഷ്ടം പോലെ പോകാം, അത് തന്നെ. അവർ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. 100ഉം 150ഉം 200ഉം തൊലാഖ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പെണ്ണിനെ കെട്ടിയിടുന്ന കാലത്ത് ഇസ്ലാം പറഞ്ഞു 2 വട്ടമേ അത്വലാഖു മറത്താനി, 2 വട്ടമേ പറ്റൂ, 3ാം വട്ടം പറ്റൂല. 3ാമത്തെ വട്ടം തൊലാഖ് ചൊല്ലിയ എന്താ ഉണ്ടാവുക? അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വേറെ അതേ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഫൈൻ തൊല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു. 3 തൊലാഖ് ചൊല്ലിയാൽ പിന്നെ ആ പെണ്ണിന് അവന് ഹലാലാവൂല. ഹലാലാകണമെങ്കിൽ എന്ത് വേണം? ഹത്താ തങ്കിയ സൗജൻ ഗൈറഹു, വേറെ ഭർത്താവ് വിവാഹം കഴിക്കണം. ഫൈൻ തൊല്ലഖഹാ, അയാൾ പിന്നെ തൊലാഖ് ചെല്ലാൻ സന്നദ്ധനായാൽ ഫലാ ജുനാഹ അലൈഹിമാ അൻ യതറാജഅ, വേണമെങ്കിൽ പിന്നെ മടക്കിയെടുക്കാം. അയാൾ തൊലാഖ് ചൊല്ലിയില്ലെങ്കിലോ മടക്കിയെടുക്കാനും പറ്റൂല, അയാളോട് തൊലാഖ് എല്ലാം നിബന്ധന വെക്കാനും പറ്റൂല. ഇത് എന്തിനു കൊണ്ടുവന്നതാ? ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഏറ്റവും നല്ല ഏർപ്പാട് പുരുഷന്റെ കയ്യിലുള്ള ആയുധം. എന്താ ആയുധം? തൊലാഖ്. ഒരു തൊലാഖില്ല, യുദ്ധ കഴിയുമ്പോ പിന്നെയും തിരിച്ചെടുക്കുക. ആ പെണ്ണിനൊന്നും ചെയ്തു കൊടുക്കൂല. എന്നിട്ട് പിന്നെ യുദ്ധ കഴിയുമ്പോ പിന്നെയും തൊലാഖ്. വേറൊരു കുടുംബജീവിതം ആ പെണ്ണിന് ഉണ്ടാവില്ല, എന്നാൽ ഇയാളുടെ കുടുംബജീവിതം കൊടുക്കൂല. ഇങ്ങനെ പെണ്ണുങ്ങളെ നരകിപ്പിച്ച സമയത്ത് അള്ളാഹ് പറഞ്ഞു 2 വട്ടം ഈ കളി പറ്റുള്ളൂ, 3ാം വട്ടം തൊലാഖ് ചൊല്ലിയ പെണ്ണ് പോവും. ഇതാ മനസ്സിലാക്കി കൊടുത്ത നിയന്ത്രണാണ് ഇത്. നമ്മൾ ആൾക്കാർ തലതിരിച്ചുപയോഗിച്ചു, 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല. എന്താ? ചൊല്ലിയ 3ഉം പോകും, അത് വേറെ കാര്യം. ചൊല്ലിയാൽ 3ഉം പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരാൾക്ക് 300 രൂപ കൊടുക്കാൻ, ഒരിക്കൽ 100, പിന്നെ 100, പിന്നെ 100 കൊടുത്താലും ഇവിടെ 3 100ന്റെ ഓട്ടം ഒന്നായിട്ട് കൊടുത്താലും വീടും. അത്രയുള്ളൂ. ഇവിടെ കോടതി പറഞ്ഞു 3 തൊലാഖ് ചൊല്ലിയാൽ അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. കോടതി മനസ്സിലാക്കി എന്താ? ഈ മുത്തലാഖ് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാനെന്ന അല്ല.
ഒരിക്കലും ഒരു പുരുഷൻ സ്ത്രീകളെ ത്വലാഖ് ചൊല്ലാൻ നിരുപാധികം ഇസ്ലാമിൽ പറ്റില്ല. ഇസ്ലാമിൽ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലണമെങ്കിൽ കുറേ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ മുഴുവൻ പാലിച്ചാൽ തന്നെ അയാൾ ത്വലാഖ് ചൊല്ലാൻ പോകുന്ന സമയത്ത് ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് പുരുഷനും മനസ്സിലത് ഓർക്കണം. അല്ലാഹ് പറഞ്ഞെന്താ, വഇൻ അസമുത്തൊലാഖ്, നിങ്ങൾ ത്വലാഖ് ചെല്ലാൻ ഉറച്ചാൽ, കണ്ടോ, നിങ്ങൾ എന്തായാലും പെണ്ണിനെ ത്വലാഖ് ചെല്ലാൻ ഉറച്ചോ, എന്നാൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം. എന്താ പറഞ്ഞ വാക്ക്? അല്ലാഹ് എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. നിങ്ങൾ ആ പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാനാണ് ഈ പണി എടുക്കണമെങ്കിൽ അതിന്റെ ഗുണങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിച്ചോന്നാ. ഒരു പെണ്ണിനെ അങ്ങനെ തൊലാക്കലാനൊന്നും പറ്റൂല. ഒരു കുടുംബജീവിതം അങ്ങനെ അർത്ഥം മുറിക്കാനൊന്നും പറ്റൂല. സവ്വജ്തുക എന്ന് പറയുമ്പോ വലിയ പെണ്ണിന്റെ വലിയ പറയുമ്പോ കബിൽതു മിൻക എന്ന് പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടുവന്ന പെണ്ണാണത്. ആ കബിൽതു മിൻക എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വാക്ക് ലോകത്തെ ഏറ്റവും വലിയ കരാറാണ്. അഹഖു ശുറൂതി അൻ യൂഫാ ബിഹി മസ്തഹലൽതും ബിഹിൽ ഫുറൂജ്. ശാരീരിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ഭൂമിയിൽ പാലിക്കേണ്ട ഏറ്റവും വലിയ കരാർ. ആ കരാറ് പുരുഷൻ പാലിക്കേണ്ടതാ. ആ പെണ്ണിനെ മാന്യമായി കൂടെ നിർത്തേണ്ടതാ. ഫംസിഖൂഹുന്ന ബിമഅറൂഫിൻ ഔ സദ്ദിഖൂഹുന്ന ബിമഅറൂഫ്. ഒന്നുകിൽ മര്യാദക്ക് ആ പെണ്ണിനൊരു ജീവിതം കൊടുക്കുക. കഴിയാത്തൊരു ഘട്ടം രണ്ടു കൂട്ടർക്കും തോന്നുകയാണെങ്കിൽ അപ്പൊ പിന്നെ പിരിയേണ്ട ഒരു ഘട്ടം ഉണ്ടാവും. ചിലപ്പോ അങ്ങനെ പിരിയേണ്ടി വന്നാ പിരിയ. വലാ തുംസിഖൂഹുന്ന ളിറാറൻ ലിതഅതദൂ. അങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഒരു പെണ്ണിനെ എടങ്ങേറാക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ നിർത്തണ്ട. ആ പെണ്ണിനെ എടങ്ങേറാക്കി കൂടെ നിർത്തണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുടുംബജീവിതമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന സമൂഹത്തിന് നമ്മളെ കുറിച്ച് വെറുതെ തെറ്റിദ്ധാരണ പരത്താണ്. നമ്മളെ കുറിച്ച് പറയുന്ന ഒന്നും അറിയാത്തവർ പറയുന്നതാ. ദീനിൽ ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കൃതിയിൽ ഒരു കാലഘട്ടത്തിലും ഈ രീതിയിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറുതെ ഉണ്ടാക്കുക. പെണ്ണുങ്ങൾക്ക് ഇസ്ലാം മാന്യമായ സ്ഥാനം കൊടുത്തത്. കുറെ സ്ത്രീകളുള്ളതുകൊണ്ട് ഞാൻ പറയാൻ, നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് നമുക്ക് വലിയ സ്ഥാനമൊന്നുമില്ല ഇസ്ലാമിൽ. വെറുതെ പറയാ. കാര്യമായ സ്ഥാനം പെണ്ണിന് കൊടുത്തിട്ടുണ്ട് ഇസ്ലാം. പെണ്ണിന് പദവി കൊടുത്തിട്ടുണ്ട്. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. വീടിന്റെ റാണി പെണ്ണാണ്. ആ വീടിന്റെ അഡ്മിനിസ്ട്രേറ്റർ പെണ്ണാണ്. കുട്ടികളെ വളർത്തേണ്ട അവളാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ട ആള്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ളലു മാ യക്നിസുൽ മർഅ, ഒരു മനുഷ്യൻ നേടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധി എന്താണ്? ഏറ്റവും വലിയ നിധി അൽ മർഅതു സ്വാലിഹ, സച്ചരിതയായ പെണ്ണാണ്. നല്ലൊരു പെണ്ണ് കുടുംബിനിയായി വന്നാൽ അവന്റെ ജീവിതം നല്ല ജീവിതമാകും. അതിന് നല്ല കുടുംബജീവിതം നയിക്കണം. അതിന് ദീനീ ബോധം വേണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ഭാര്യയും ഭർത്താവിനോട് യോജിപ്പില്ലെങ്കിൽ വലിയ ഇടങ്ങാറാ. പണ്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ് പെണ്ണുങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങളൊക്കെ അവ്വൽ വക്തിൽ നിസ്കരിക്കണം കേട്ടോ. അവ്വൽ വക്തിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ദുന്യാവിലെ അതേ ഭർത്താവിനെ പരലോകത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ ഇനി നിസ്കരിക്കണമെന്നില്ല എന്നാണ്. ഭൂമിയിൽ നിന്ന് കിട്ടിയ അത്ര മെച്ചമുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അത് പരലോകത്തും കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഗതികേട് വരരുത്. സ്ത്രീകൾക്ക് മാന്യമായൊരു പദവി ഇസ്ലാം കൊടുത്തു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുക. 8:45 ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു പറയാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലത്തെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഇറങ്ങി നടക്കുകയാണ്. ഔദ്യോഗികമായ പോക്ക. അങ്ങനെ അദ്ദേഹത്തിന് പോകുമ്പോൾ വഴിക്കൊരു പെണ്ണ് തടഞ്ഞു വെച്ചൊരു സംഭവമുണ്ട്. ഒരു വഴിയിൽ ഒരു സ്ത്രീ തടഞ്ഞു വെച്ചു. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഖറജ ഉമർ വ മഅഹുൻ നാസ്. ഉമർ തങ്ങൾ ഇങ്ങനെ പുറപ്പെടാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജനങ്ങളുണ്ട്. സ്ത്രീകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഇസ്ലാം നിങ്ങൾക്ക് തന്ന പവിത്രമായ പദവി ഫീ സമനി ഖിലാഫത്തിഹി, അദ്ദേഹം ഖലീഫയായി നിൽക്കുന്ന സമയത്താ, ചെറുപ്പത്തിലൊന്നല്ല. ഇസ്ലാമിന്റെ ഖലീഫയായി ഉമർ തങ്ങൾ നിൽക്കുന്ന സമയത്ത് വഹുവ അമീറുൽ മുഅ്മിനീനാണ്. ഫസ്തൗഖഫതുഹു അജൂസുൻ, ഒരു വയസ്സത്തി ഉമ്മ വന്നിട്ടാണ് തടഞ്ഞു. ഒരു വയസ്സായ ഉമ്മ വന്നിട്ട് അവിടെ നിൽക്കും പറയാന്ന് പറഞ്ഞു. നിർത്തിയെന്ന് മാത്രമല്ല, ഫജഅല യുഹദ്ദിസുഹാ വതുഹദ്ദിസുഹു. ഉമർ തങ്ങൾ ആ സ്ത്രീയോടും ആ സ്ത്രീ ഉമർ തങ്ങളോട് ഇങ്ങനെ വർത്താനം പറയാം. കൂടെ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഖലീഫയാണത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വഴി തടഞ്ഞു വെച്ചിരിക്കുക. ആ പെണ്ണ് വഴന്ന് പറയാൻ തുടങ്ങി. ഉമർ തങ്ങളെ വിളിച്ചിട്ട് ഉമർ തങ്ങളോട് പറയാണ്, അന്ത തുസമ്മ ഉമൈർ, എന്റെ പേര് ഉമൈർ എന്നായിരുന്നു, എനിക്കറിയോ? ഇത് ചെറിയൊരു ഉമറായിരുന്നു. എവിടെ? ഫീ സൂഖി ഉക്കാന്ന് ചന്തയിൽ. നമ്മുടെ നാട്ടിലെ ചന്തയിൽ നിന്റെ പണി എന്തായിരുന്നു? വടിയും കൊണ്ട് കുട്ടികളെങ്ങനെ കളിപ്പിച്ച് നടന്നിരുന്ന ആളാ നീ. അറിയോ ഉമറേ? നിനക്കറിയോ? ആരോടായി പറഞ്ഞത്? ലോകത്തെ വിറപ്പിച്ച ഉമർ തങ്ങളോട് ഒരു വയസ്സത്തി ഉമ്മ വന്നിട്ട് വൈക്കത്ത് തടഞ്ഞിട്ട് പറയാൻ. വല്ലാത്തൊരു സംഭവമാണല്ലോ. ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താ? എന്നിട്ട് പറഞ്ഞു, ഫലം തദ്ഹബിൽ അയ്യാം, കുറേ കാലം കഴിഞ്ഞപ്പോ എത്താ സമ്മൈത ഉമർ, ഈ ഉമറായി, വലിയ ഉമറായി. ഇപ്പൊ നീ അമീറുൽ മുഅ്മിനീനായി. നീ ഇപ്പൊ വലിയ ആളാണ് ഉമറേ, എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കോ, ഫത്തഖില്ലാഹ ഫിർ റഅയ്യ, ഈ പ്രജകളുടെ കാര്യത്തിൽ പടച്ചോനെ പേടിച്ചോട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടായിരിക്കും സഹിക്കോ? പക്ഷെ ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, മര്യാദക്ക് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ഫഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു. ആ സദസ്സിൽ പല സൈസ് ആൾക്കാരുണ്ടാവും കൂടെ. ഒരു ഉദ്യോഗസ്ഥൻ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, എന്താണിത്? ഹബസന്നാസ ഫീ ഹാദിഹിൽ അജൂസ്, ഈ വയസ്സത്തി തള്ളക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുക.
ആ പെണ്ണ് തടഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ ആരാ? ഉമർ തങ്ങൾ മൈൻഡ് ചെയ്തില്ല. ആ വയസ്സത്തി ഉമ്മ തടഞ്ഞു വെച്ച് ഈ ജാതി വർത്തമാനൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ തന്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതിരുന്നപ്പോ കൂട്ടത്തിൽ വേറൊരാളുണ്ടായിരുന്നു, ജാറൂദുൽ അബ്ദി എന്നയാളുടെ പേര് താരീഖിലുണ്ട്. അയാൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് അയാൾ കുറച്ച് പ്രഷർ കൂടിയിട്ട് പറഞ്ഞു, എന്താണ് ഈ ചെയ്യുന്ന പണി? കത് അക്തർത്ത അയ്യുഹൽ മർഅ, പെണ്ണെ ഈ വല്ലാതെ ഏറുന്നുണ്ട് കേട്ടോ. കത് അക്തർത്തി അയ്യുഹൽ മർഅ, പെണ്ണെ ഈ കുറച്ച് ഏറുന്നുണ്ട്. ആരോടാ ഈ സംസാരിക്കണം അറിയാൻ? നിർത്തിക്കോ, വല്ലാതെ പറയണ്ട, ഇത് അമീറുൽ മോമിനീനാണ്, വല്ലാതെ പറയണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ തിരിഞ്ഞു. എന്താണ് ഈ പറഞ്ഞത്? ഉമർ തങ്ങളോട് അങ്ങനെ പറയാം, ഈ ആരാന്നാ ചോദിച്ച പെണ്ണിനോട്. ഉമർ തങ്ങൾ മുഖണ്ട് ചോന്നിട്ട് തിരിച്ചിട്ട് പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, മിണ്ടണ്ടോ. ആ ജതി വർത്താന പെണ്ണിനോട് പറയണ്ട. അതദ്രി മൻ ഹാദിഹി, ആരാ ഈ പെണ്ണ് നിനക്കറിയോ? ആരാണ് ഈ പെണ്ണ് നിനക്കറിയോ? നിങ്ങൾ നോക്കണം, അവിടെ ചരിത്രം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് വാഖിഫുൻ അമാമഹാ യസ്മഉ കലാമഹാ. ഉമർ തങ്ങൾ ഈ പെണ്ണിന്റെ മുമ്പിൽ നിന്നിട്ട് ഇപ്പോൾ പറഞ്ഞ ഇങ്ങനെ കേക്ക് തന്നെയാണ്, യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ. ആ ഉമർ തങ്ങൾ ചോദിച്ചു, ഈ പെണ്ണ് ആരെന്ന് നിനക്കറിയോടാ? ഈ പെണ്ണിനെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ? ഇമ്രഅത്തുൻ സമി അല്ലാഹു ശക്വാഹാ മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശത്തിന്റെ അപ്പുറത്ത് ഈ പെണ്ണിന്റെ വർത്താനം അല്ലാഹു കേട്ടിക്കണ്. അറിയാ എനിക്ക്? ഈ പെണ്ണ് തന്റെ ഭർത്താവിന്റെ പേരിൽ ഒരു പരാതി പറഞ്ഞപ്പോ, ഹൗല ബിൻത് സഅലബ എന്ന പെണ്ണാണിത്. ഈ പെണ്ണ് പടച്ചോനോട് തന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞു. ഒരു ലിഹാറിന്റെ വിഷയം ഞാൻ വിശദീകരിക്കുന്നില്ല. പെണ്ണിനോട് ഭർത്താവ് പറഞ്ഞൊരു വാക്ക് തൊലാക്ക് പോകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ നബി തങ്ങളോട് സംശയം ചോദിച്ചപ്പോ ആ പെണ്ണ് പടച്ചോനോട് പരാതിപ്പെട്ടു. അപ്പോ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 58-ാമത്തെ സൂറത്ത് പെണ്ണുങ്ങൾ ഇന്ന് പോയി നോക്കൊണ്ടു. 58-ാമത്തെ സൂറത്ത് ഒരു പെണ്ണിന് വേണ്ടി മാത്രം ഇറങ്ങിയതാ. ആ പെണ്ണായത് ഈ പെണ്ണിന് വേണ്ടിയാണ് അള്ളാഹു ആ സൂറത്ത് ഇറക്കിയത്. അവളെ പരാതി കേട്ടിട്ട് ആ സൂറത്തിൽ 22 ആയത്തുണ്ട്. ഒരായത്തിലും ഇല്ലാത്ത വിധം ഖുർആനിലെ 114 അധ്യായത്തിൽ എവിടെ ഇല്ലാത്ത വിധം ഈ 22 ആയത്തിലും അല്ലാ 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 എന്ന വാക്കുണ്ടാവും. പോയിട്ട് ഓതി നോക്കുന്നുണ്ട്, ഇന്ന് പോയിട്ട് ഓതി നോക്കുന്നുണ്ട്. സൂറത്തുൽ മുജാദില അതിലെ എല്ലാ 22 ആയത്തിലും അല്ലാ എന്നുള്ള വാക്കുണ്ട്. അത്ര പ്രസിദ്ധയായ പെണ്ണായത്. ഈ പെണ്ണാണ് എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഉമർ തങ്ങൾ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, വല്ലാഹി പടച്ചിലോ അന്നഹാ വഖഫത്ത് ഇലല്ലൈൽ, ഈ പെണ്ണ് ഈ നിർത്തുന്ന രാത്രി വരെ നിൽക്കുകയാണെങ്കിൽ മാ ഫാറഖതുഹാ, ഞാൻ പെടുന്ന അനങ്ങൂല ഇല്ലാ ലിസ്വലാ, നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ. അത്ര വലിയ പദവി പെണ്ണിന് കൊടുത്ത മതായത്. ഒരു പെണ്ണിന് വേണ്ടി പടച്ചറപ്പ് പരിശുദ്ധ ഖുർആൻ നേരിട്ട് ഒരു സൂറത്താണ് ഇറക്കിക്കുക. ആണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ സൂറത്ത് ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇല്ല. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടൊരു കാര്യമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ദീനിൽ പ്രാമുഖ്യം കൊടുത്തൊരു തലമ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ദീന് പഠിക്കണം. അതിന് ഇത്തരം ഗുരുനാഥന്മാർ വേണം. അവരെ ആദരിക്കണം. ആ ഗുരുവന്ദനവും ഗുരുനാഥന്മാരുടെ ആദരവുമാണ് സമൂഹത്തിന്റെ വിജയം. അവരെ ബഹുമാനിക്കാതിരുന്നാൽ വരുന്ന ഗുരുത്തക്കേട് മറ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്.